ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ തേടി അദ്ദേഹത്തിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ മിടുക്കികളാണ് ബഷീറിനെയും അദ്ദേഹത്തിന്റെ മൊഞ്ചത്തിമാരെയും അരങ്ങിലെത്തിച്ചത്. പ്രേമലേഖനത്തിലെ സാറാമ്മയ്ക്ക്, മതിലുകളിലെ നാരായണിക്ക്, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബയ്ക്ക് ഈ കാലത്തോട് എന്തെങ്കിലും പറയാനുണ്ടാകുമോ? ഉണ്ടെന്നാണ് ബഷീറിന്റെ ഈ മൊഞ്ചത്തികൾ പറയുന്നത്. മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ചിലത് കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും ഈ വെളിച്ചം അണിയാതെ ഞങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി. സ്ത്രീകളുടെ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, സ്ത്രീധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നാടകം ഉയർത്തിക്കാട്ടുന്നു. വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമ്മയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു. വിദ്യാർത്ഥികളായ അനുഷ, കല്യാണി, അനശ്വര, മൊഴി, അനുഗ്രഹ, ഭാമഭാരതി, നീലാംബരി, ഉമ, അമേയ, ദിയ എന്നിവരാണ് ബഷീർ കഥാപാത്രങ്ങളായി എത്തിയത്. ബഷീർ പണ്ടെഴുതിയ പുസ്തകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ പുതിയ കാലത്ത്, അതായത് ഇപ്പോൾ 2024 രംഗത്ത് വരികയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട്, അതിലോരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് അവർ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നാടകമാണ്, നമ്മളൊരു ഡ്രാമയാണ് ഇവിടെ ചെയ്തത്. ആദ്യ അരങ്ങിൽ മികച്ച പ്രതികരണം ലഭിച്ച നാടകം വരും ദിവസങ്ങളിൽ മാനവീയം വീതിയിലും മലയാളം പള്ളിക്കൂടത്തിലും അവതരിപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.